തിരുവനന്തപുരം വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിൽ സ്ത്രീക്ക് വെടിയേറ്റു. കൈക്ക് പരിക്കേറ്റ ഷിനി ചികിത്സയിൽ. ആക്രമിച്ചത് കൊറിയർ നൽകാൻ എന്ന വ്യാജേന എത്തിയ സ്ത്രീ. അവരൊപ്പിടാൻ ഇങ്ങനെ ശകല ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. ഉള്ളം കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് ടിപ്പ് എന്ന് 2 വെടി വെച്ചു. അന്വേഷണമൂർജിതം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 13ാം നാൾ. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ. പുഴയിൽ ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യമെന്ന് ഈശ്വർ മൽപ്പെ. രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഡൽഹിയിൽ IAS പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ മരിച്ചു. മരിച്ചത് കൊച്ചി സ്വദേശി നവീനും 2 പെൺകുട്ടികളും. കനത്ത മഴയിൽ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചു കയറി. അപകടത്തിന് കാരണം അനാസ്ഥയെന്നാരോപിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പോലീസും വിദ്യാർത്ഥികളുമായി സംഘർഷം. തിരുവനന്തപുരത്ത് പോലീസ് ജീപ്പ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞത് പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ്. വാഹനത്തിലുണ്ടായിരുന്ന 2 പോലീസുകാർ രക്ഷപ്പെട്ടു. പത്തനംതിട്ടയിൽ KSRTC ബസ് റോഡിൽ നിന്ന് തെന്നിമാറിയ അപകടം. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ. ഷൂട്ടിംഗ് ഫൈനലിൽ മനു ഭാക്കർ മത്സരിക്കും. ബാഡ്മിന്റണിൽ PV സിന്ധുവും HS പ്രണോയും ഇന്നിറങ്ങും. ഹോക്കിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം.